എനിക്ക് തോന്നുന്നത് ഇവൻ മനസമാധാനത്തോടെ ഭക്ഷണം കഴിക്കുന്നത് അവൾ ഇവിടുന്ന് പോയതിനു ശേഷമാണെന്നാ. അത് ശരിയാ, എനിക്കും തോന്നി. ഒരു കാര്യം മറന്നുപോയി. ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആയാ ഞാൻ US തിരിച്ചു പോകും. ട്രാവൽസിൽ പറഞ്ഞിരിക്കുക. നീ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോവണ്ട. അറിയാലോ, അളകനന്ദ നിന്നെ ഞങ്ങളെ വെല്ലുവിളിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. അവള് പോകുമ്പോ നിനക്കിനി ഒരു പാർട്ട്ണർ വേണ്ടേ? നമുക്ക് അതൊക്കെ ഒന്ന് ആലോചിച്ച്. എനിക്കിപ്പോ പാർട്ട്ണർ ഒന്നും വേണ്ട. ഇനി സിംഗിൾ ആയിട്ട് ജീവിക്കാനാണ് എന്റെ തീരുമാനം. നീ അവിടെ ഇരിക്കേ. ഇരിക്കും മോനെ, പറയട്ടെ. എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചിട്ട് വേണം നീ ഇവിടുന്ന് പോവാൻ. അതെ, ഞാനീ കിടന്ന് ഓടുന്നത് നിനക്ക് വേറൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ കൂടി വേണ്ടിയിട്ടാ. ഓർമ്മയുണ്ടല്ലോ, അളകനന്ദ വേറൊരു കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന് വെല്ലുവിളിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. വർഷം കൂടെ ജീവിച്ചിട്ടും എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത നിങ്ങളുടെ മോനെ അത് നിങ്ങളൊരാണാക്ക്. നിങ്ങളുടെ ഈ മോനെ വിട്ട് ഞാൻ മറ്റൊരാണിന്റെ കൂടെ ഉടൻ ജീവിച്ചു തുടങ്ങും. 10 മാസം തികയുമ്പോ ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ മനസ്സിലാവും ആരുടെ കഴിവുകേട് കൊണ്ടാ ഇവിടെ ഒരു കുഞ്ഞുണ്ടാവാതെ പോയതെന്ന്. അവളുടെ വെല്ലുവിളി നീയും ഞങ്ങളും ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അവളെക്കാൾ മുമ്പ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. ഇത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയെ ഡോക്ടർ അന്ന കുര്യൻ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിനക്ക് ചേരും. അത് ശരിയാട്ടോ. അതൊക്കെ പറഞ്ഞുറപ്പിച്ച ശേഷമാ ഞാനും ചേച്ചിയും കൂടെ രാത്രി ഇങ്ങോട്ട് പുറപ്പെട്ടത്. കുട്ടിയെ കണ്ടാ മതി, നിനക്ക് ഇഷ്ടപ്പെടും. കേട്ടപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു. അതിനൊരു തീരുമാനമായിട്ട് മതി US തിരിച്ചു പോന്നേ. അവൻ എന്നിട്ടേ പോകൂ ചേച്ചി. ഈ കുടുംബത്തിലെ ചോരയല്ലേ അവന്റേതും, നമുക്കല്ലേ ആത്മാഭിമാനം. പ്ലീസ്, ഈ ചോദ്യം ഉത്തരവെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ കല്യാണക്കാരുമല്ലേ ഇവിടെ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നേ. പിന്നെ എന്റെ കാര്യമാണ് പറയുന്നേ. അതുകൊള്ളാം. എങ്കിലേ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.